ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7th പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഹിന്ദി യൂണിറ്റ് 1 പ്യാർ എന്ന യൂണിറ്റിലെ ഫസ്റ്റ് കവിത ആയ ഖുദ് സേ പ്യാർ എന്ന കവിതയാണ്. അപ്പോൾ കവിതയുടെ പേരെന്താണ്? ഖുദ് സേ പ്യാർ. ഖുദ് എന്ന് വെച്ചാൽ സ്വയം, സെൽഫ്, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ. പ്യാർ എന്ന് വെച്ചാൽ എന്താ? ലവ് അല്ലെങ്കിൽ സ്നേഹം. ഈ കവിത എഴുതിയിരിക്കുന്ന ആരാണ്? ശോഭനാഥ് യാദവ്. ഓക്കെ, അപ്പോൾ ഖുദ് സേ പ്യാർ എന്ന് വെച്ചാൽ എന്താണ്? സെൽഫ് ലവ്, സ്വയം നമുക്ക് നമ്മളോട് തന്നെ ഇഷ്ടമുണ്ടാവുക. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കവിത ഒന്ന് ഒരുമിച്ച് വായിച്ചു നോക്കാം. सूरज अपनी आग से इतना प्यार करे कि वो दे सके आग दुनिया को भी. दरख्त अपने फूलों से इतना प्यार करे कि वो दे सके फूल दुनिया को भी. बादल अपने जल से इतना प्यार करे कि वो दे सके जल दुनिया को भी. मैं खुद से इतना प्यार करूं कि मैं दे सकूं प्यार दुनिया को भी. അപ്പോൾ നമുക്കിനി ഓരോ പങ്ക്തിയായിട്ട് നോക്കാം. സൂരജ് അപ്നി ആഗ് സേ. സൂരജ് എന്ന് വെച്ചാൽ എന്താണ്? സൺ അല്ലേ, നമ്മുടെ സൂര്യനാണ് സൂരജ്. അപ്നി എന്ന് വെച്ചാൽ സ്വന്തം. സൂരജിൻ്റെ ആഗ് സേ. ആഗ് എന്ന് വെച്ചാൽ എന്താ? ഇവിടെ നമ്മൾ ആഗ് എന്ന് വെച്ചാൽ മലയാളത്തിൽ മീനിങ് തീ എന്നാണ്. പക്ഷെ തീ അഥവാ ഫയർ. പക്ഷെ സൂര്യനിൽ തീയാണോ? ശരിയാ, തീ പോലെയാണ് സൂര്യൻ കത്തി ജ്വലിക്കുന്നത്. പക്ഷെ നമുക്ക് അതിലൂടെ എന്താണ് കിട്ടുന്നത്? നമുക്ക് എന്താ കിട്ടുന്നത്? എനർജി കിട്ടുന്നുണ്ട്. സെക്കൻഡ് നമുക്ക് എന്താ കിട്ടുന്നത്? ലൈറ്റ് കിട്ടുന്നുണ്ട് അല്ലേ? സൺലൈറ്റ് അഥവാ പ്രകാശം. എനർജിക്ക് എന്താണ് മലയാളത്തിൽ പറയാ? ഊർജം. അപ്പം സൂരജ് അപ്നി ആഗ് സേ ഇത്നാ പ്യാർ കരേ കി വോ ദേ സകേ ആഗ് ദുനിയാ കോ ഭി. സൂര്യൻ്റെ തന്നെ തീയോട് ഇത്രയും സ്നേഹമുണ്ട് സൂര്യന് തൻ്റെ തീയോട്. അതുകൊണ്ട് തന്നെ സൂര്യന് ആ തീ, ദുനിയാന്ന് വെച്ചാൽ എന്താ? ഈ ലോകം, വേൾഡ്, ഈ ലോകത്തിനും സൂര്യൻ്റെ തീ നൽകാൻ പറ്റുന്നുണ്ട്. തീ എന്നിവിടെ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? സൂര്യൻ്റെ എനർജി ആൻഡ് ലൈറ്റ് ഈ മുഴുവൻ വേൾഡിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു ഫുൾ പങ്ക്തിയുടെ മീനിങ് എന്താണ്? സൂരജ് അപ്നി ആഗ് സേ ഇത്നാ പ്യാർ കരേ കി വോ ദേ സകേ ആഗ് ദുനിയാ കോ ഭി. സൂര്യൻ്റെ എനർജിയോടും ലൈറ്റിനോടും തീയോടും ഇത്രയും സ്നേഹം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യന് ലോകത്തിനും തൻ്റെ ഊർജവും പ്രകാശവും ഒക്കെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. സെക്കൻഡ്, ദരഖ്ത് അപ്നെ ഫൂലോൻ സേ ഇത്നാ പ്യാർ കരേ കി വോ ദേ സകേ ഫൂൽ ദുനിയാ കോ ഭി. അപ്പം ദരഖ്ത് ആരാണ്? ദരഖ്ത് എന്ന് വെച്ചാൽ ട്രീ എന്ന അർത്ഥം. ട്രീ അല്ലെങ്കിൽ നമുക്ക് ഹിന്ദിയിൽ വേറെ എന്തൊക്കെ പറയാം? പേഡ് അല്ലെങ്കിൽ വൃക്ഷം. ഓക്കെ, മരത്തിനെയാണ് ദരഖ്ത് എന്ന് വിളിക്കുന്നത്. അപ്നെ ഫൂലോൻ സേ. ഫൂൽ എന്ന് വെച്ചാൽ എന്താ? പൂക്കൾ, ഫ്ലവർ ആണ് ഫൂൽ. അപ്പോൾ പേട് സ്വന്തം. ഫൂലോൻ സേ ഇത്നാ പ്യാർ കരേ. പേടിന് ആരോടാ ഇത്രയും സ്നേഹം? തൻ്റെ പൂക്കളോട്. വോ ദേ സകേ ഫൂൽ ദുനിയാ കോ ഭി. അതുകൊണ്ട് തന്നെ പേടിന് പൂക്കളോട് അത്രയും സ്നേഹം ഉള്ളത് കൊണ്ട് പേടിന് പൂക്കൾ ഈ ലോകത്തിന് മുഴുവൻ നൽകാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പങ്ക്തി നോക്കുക. ബാദൽ അപ്നെ ജൽ സേ. ബാദൽ ആരാണ്? ബാദലാണ് ക്ലൗഡ്. ജൽ എന്താ? വെള്ളം, ജലം, വാട്ടർ. ഓക്കെ, അപ്പം ബാദൽ ആരെയാണ് സ്നേഹിക്കുന്നത്? ജലത്തിനെ, വെള്ളത്തിനെ. ഇത്നാ പ്യാർ കരേ, ഇത്രയും സ്നേഹിക്കുന്നുണ്ട്. വോ ദേ സകേ ജൽ ദുനിയാ കോ ഭി. ബാദലിന് ലോകം മുഴുവൻ വെള്ളം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ദുനിയാന്ന് വെച്ചാൽ എന്താ? വേൾഡ്. ഇനി അവസാനത്തെ പങ്ക്തി എന്താണ്? മേ ഖുദ് സേ. ഞാൻ എന്നോട് തന്നെ. ഇത്നാ പ്യാർ കരൂ കി. ഞാൻ എന്നെ തന്നെ ഇത്രയും സ്നേഹിക്കും. ദേ സകൂ പ്യാർ ദുനിയാ കോ ഭി. ഞാൻ എന്നെ തന്നെ എത്ര സ്നേഹിക്കും? എനിക്ക് അതേപോലെയുള്ള സ്നേഹം ഈ ലോകത്തിന് മുഴുവൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കും. അങ്ങനെയാണ് ഈ പോയത്തിൻ്റെ അവസാനത്തെ പങ്ക്തി പറയുന്നത്. അപ്പോൾ മേ ഖുദ് സേ എന്ന് വെച്ചാൽ എന്താ? ഖുദ് എന്താ? സ്വയം അല്ലെങ്കിൽ സെൽഫ്. പ്യാർ എന്ന് വെച്ചാൽ എന്താണ്? ലവ്. ഇത്നാ എന്ന് വെച്ചാൽ എന്താ? ഇത്രയും. ദേ സക്കൂ എന്ന് വെച്ചാൽ കൊടുക്കാൻ സാധിക്കുക. ദുനിയാന്ന് വെച്ചാൽ എന്താണ്? വേൾഡ്. ഓക്കെ, ഇതിൽ എല്ലാ വേർഡ് മീനിങ്സും നമ്മൾ നോക്കിയെന്ന് വിചാരിക്കുകയാണ്. 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നോക്കാം.
वो दे सके आग, यहाँ आग से क्या मतलब है? ഇവിടെ സൂര്യൻ്റെ തീ എന്ന ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ നോക്കിക്കഴിഞ്ഞു. എനർജി അഥവാ ഊർജം, ലൈറ്റ് അഥവാ പ്രകാശം. അപ്പോൾ ഹിന്ദിയിൽ നമ്മൾ എന്താ പറയുക? എനർജിക്ക് നമ്മൾ എന്താ പറയുക? മലയാളത്തിൽ പറയുന്ന പോലെ തന്നെ ഊർജ എന്നാണ് പറയുക. ഊർജ ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ. പിന്നെ ലൈറ്റിന് എന്താ പറയുക? റോഷ്നി. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ധരക് സെ आपने क्या समझा? ഞാനിപ്പോൾ പറഞ്ഞു തന്നു. ധരക് എന്ന് വെച്ചാൽ എന്താ? ട്രീ, പേഡ് അല്ലെങ്കിൽ വൃക്ഷ്. ധരക് എന്ന് വെച്ചാൽ മരം അല്ലെങ്കിൽ ഒരു ചെടി. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെന്താ ക്വസ്റ്റ്യൻ? खुद से प्यार करने का क्या अर्थ निकलता है? खुद से प्यार करना എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് നമ്മളോട് തന്നെ സ്നേഹം തോന്നുക. സെൽഫ് ലവ് എന്നൊരർത്ഥമാണ് വരുന്നത്. खुद से प्यार करना मतलब अपने आप से प्यार करना. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി കുറച്ച് ജോഡി ഓർ വാക്യ ലിഖേ. സൂരജ് ദുനിയാ കോ എന്തോ ദേത്താ ഹെ, അല്ലേ? സൂരജ് ദുനിയാക്കോ എന്താണ് കൊടുക്കുന്നത്? ഊർജ ദേത്താ ഹെ. നമ്മൾ മുകളിൽ നോക്കി. സൂരജ് ദുനിയാക്കോ ഊർജ ദേത്താ ഹെ. അങ്ങനെയാണെങ്കിൽ പേടോ? പേഡ് ദുനിയാക്കോ എന്താണ് കൊടുക്കുന്നത്? ഫൂൽ ദേത്താ ഹെ. ഫൂൽ ദേത്താ ഹെ. ആൻഡ് ബാദൽ, ബാദൽ എന്ന് വെച്ചാൽ മേഘം, കാർമേഘം, ക്ലൗഡ്. ബാദൽ ദുനിയാക്കോ എന്താണ് കൊടുക്കുന്നത്? പാനി. നമ്മുടെ ബാദൽ നിന്നാണല്ലേ പാനി വരുന്നത്? മഴ പെയ്യുമ്പോൾ ക്ലൗഡ്സിൽ നിന്നാണ് വെള്ളം വരുന്നത്. അപ്പോൾ പാനി ദേത്താ ഹെ. സൂരജ് ദുനിയാക്കോ ഊർജ ദേത്താ ഹെ. പേഡ് ദുനിയാക്കോ ഫൂൽ ദേത്താ ഹെ. ബാദൽ ദുനിയാക്കോ പാനി ദേത്താ ഹെ. സൂര്യൻ ലോകത്തിന് എനർജി കൊടുക്കുന്നു. മരം ലോകത്തിന് പൂക്കൾ കൊടുക്കുന്നു. മേഘം ലോകത്തിന് വെള്ളം കൊടുക്കുന്നു. ഓക്കെ. പെഹചാനെ ഓർ ലിഖേ. ജീവൻ കാ ആധാർ ഹെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ് ഇവരൊക്കെ. സൂര്യൻ, പേഡ് അല്ലെ ബാദൽ, ഇതാരാണ്? സണ്ണാണ്. സണ്ണിന് എന്താ നമ്മൾ പറയാ? സൂരജ്. ഇതാരാണ്? പേഡ്. ഇതാരാണ്? ബാദൽ. ओके. नेक्स्ट वन, आशय पढ़े और पंक्तियाँ ढूंढे. कवि चाहता है सूरज अपनी ऊर्जा से प्यार करे और संसार को ऊर्जा प्रदान करे. എന്താണ് കവി എന്താണ് ആഗ്രഹിക്കുന്നത്? സൂര്യൻ തൻ്റെ എനർജിയോട്, ഊർജത്തിനോട് സ്നേഹിച്ചിട്ട് ഈ സൻസാർ, സൻസാർ എന്ന് വെച്ചാൽ വേൾഡ്, ദുനിയ, ഈ ലോകത്തിന് മുഴുവൻ ഊർജ പ്രദാൻ കരേ, പ്രദാൻ ചെയ്യാന്ന് വെച്ചാൽ കൊടുക്കുക. മേഘ് അപ്നെ, മേഘ് എന്ന് വെച്ചാൽ എന്താ? ബാദൽ. നമ്മൾ കുറേ പര്യായവാചി ശബ്ദമാണ് കേട്ടോ ഇവിടെ പഠിക്കുന്നത്. മേഘ് എന്ന് വെച്ചാൽ ബാദൽ. നമ്മൾ ദുനിയക്ക് വേറൊരു വേർഡ് പഠിച്ചു, എന്താണ്? സൻസാർ. ഇതൊക്കെ ചോദിക്കാം കേട്ടോ എക്സാമിന്. മേഘ് അപ്നെ പാനി സേ, പാനിക്ക് നമ്മൾ വേറെന്താ പഠിച്ചത്? ജൽ. इससे प्यार करे और प्रकृति की प्यास बुझाए. പ്രകൃതി എന്താ? ഈ നേച്ചർ. പ്രകൃതി എന്ന് വെച്ചാൽ നേച്ചർ की प्यास. प्यास എന്ന് വെച്ചാൽ എന്താണ്? thirst, ദാഹം. ഭുജായി എന്ന് വെച്ചാൽ ആ തേഴ്സ്റ്റ് വെള്ളം കൊടുത്ത് ഇല്ലാതാക്കുക. ഭുജാന എന്ന് വെച്ചാൽ ഇല്ലാതാക്കുക. ഓക്കെ. ये दुनिया को कैसे प्यार करेंगे अपने विचार लिखे. അപ്പം സൂര്യൻ എങ്ങനെയൊക്കെയാണ് ലോകത്തിനെ സ്നേഹിക്കാൻ പറ്റുക? പേടിനെ എങ്ങനെയാണ് സ്നേഹിക്കാൻ പറ്റുക? ബാദലിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. സൂരജിന് ഊർജം മാത്രമാണോ കൊടുക്കാൻ പറ്റുക? സൂരജിന് വേറെ എന്താ കൊടുക്കാൻ പറ്റുക? റോഷ്നി, അല്ലേ? ഞാൻ നേരത്തെ മുകളിൽ പറഞ്ഞു. സൂരജ് ദുനിയാക്കോ റോഷ്നി ദേത്താ ഹെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ രണ്ട് വേറെ കാര്യങ്ങൾ കൂടെ എഴുതുക. പേഡ് ഹമേ ഛായ ദേത്തി ഹെ, അല്ലേ? ചായ അല്ല, കുടിക്കണ ചായ അല്ല. എന്താണ്? ഷെയ്ഡ്, ഷെയ്ഡ്. പിന്നെ ബാദൽ, ബാദൽ നമുക്ക് എന്താ തരുന്നത്? ബാദൽ പാനി തരുന്നുണ്ട്. പിന്നെ ബാദൽ നമുക്ക് ഒരു ഷെയ്ഡ് തരുന്നുണ്ട്, അല്ലേ? ബാദൽ നമുക്ക് ഛായ തരുന്നുണ്ട്, ഷെയ്ഡ്. പിന്നെന്താ? താൽ ലൈക്കെ സാത്ത് കവിത കാ ആലാപ് കരെ. അപ്പോൾ എല്ലാവരും ഈ പാട്ട്, ഈ ഒരു കവിത ട്യൂണൊക്കെ ഇട്ട് പാടുക. कविता का आशय लेके നമ്മൾ കവിതേൻ്റെ മീനിങ് നോക്കി അപ്പോൾ അത് എഴുതുക. കവിത के आशय के आधार पर चित्र खींचे. അപ്പോൾ നമ്മുടെ കവിതയുടെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചിത്രം വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും ഈ ഒരു ചിത്രം? ആദ്യം ഒരു മരം വരയ്ക്കാം. ഓക്കെ.
അപ്പം എൻ്റെ കയ്യിൽ കളേഴ്സൊന്നുമില്ല. അപ്പോൾ ഇങ്ങനൊരു മരമുണ്ട്. പിന്നെന്താ, കുറച്ച് ക്ലൗഡ്സ് വരയ്ക്കാം നമുക്ക്. പിന്നെ സൂര്യനെ വരയ്ക്കാം. സൂര്യനെ ഇങ്ങനെ വരയ്ക്കുക. പിന്നെ മരത്തിൽ മുഴുവൻ എന്താണ് വരയ്ക്കേണ്ടത്? ഓരോ ഫ്രൂട്ട്സ് അല്ല, ഫ്ലവേഴ്സ് വരയ്ക്കുക. ഓക്കെ, മരത്തിൽ മുഴുവൻ ഇങ്ങനെ ഫ്ലവേഴ്സ് വരയ്ക്കുക. എന്നിട്ട് ഈ മേഘത്തിൽ നിന്ന് എന്താണ്, വെള്ളം അല്ലേ, വെള്ളം ഇങ്ങനെ വീഴുന്നത് വരയ്ക്കാം. സൂര്യനിൽ നിന്ന് നമുക്കിങ്ങനെ ലൈറ്റ് കിട്ടുന്ന പോലെ വരയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്ത് വരയ്ക്കാം? നമുക്ക് അവസാനം നമുക്ക് നമ്മളെ തന്നെ വരയ്ക്കാം. ഞാനിങ്ങനെ മരത്തിന് താഴെ ഇങ്ങനെ ഇരുന്നിട്ട് ഇതൊക്കെ നോക്കുകയാണ് ഇങ്ങനെ സന്തോഷത്തോടെ. എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു പൂ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാം ആയില്ലേ നമ്മുടെ ആശയത്തിനനുസരിച്ച്. സൂര്യൻ എന്താണ് കൊടുക്കുന്നത് ലോകത്തിന്? ഊർജം. ബാദൽ എന്താണ് കൊടുക്കുന്നത്? വെള്ളം. അപ്പം എല്ലാവർക്കും എന്താ, ഭയങ്കര സന്തോഷമല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഈ ചാപ്റ്റർ എഴുതിയിരിക്കുന്ന ആരാണ്? ശോഭനാഥ് യാദവ്. ശോഭനാഥ് യാദവ് കാ ജന്म ഉത്തർപ്രദേശ് में हुआ. ഉത്തർപ്രദേശിലാണ് ശോഭനാഥ് യാദവ് ജനിച്ചിട്ടുള്ളത്. വേ ലേഖക് ഓർ സമ്പാദക് തേ. അവരൊരു ലേഖകനും ഒരു സമ്പാദകനുമായിരുന്നു. ദരഖ്തോं में सूरज, ब्रह्मासुर की भूमिका, नरक गाथा आदि उनकी रचनाएं हैं. ഇയാൾ എഴുതിയ പുസ്തകങ്ങളുടെ കുറച്ച് പേരാണ് ദരഖ്തോं में सूरज, ब्रह्मासुर की भूमिका, नरक गाथा. ഓക്കെ, അത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, ബൈ ബൈ.